നമസ്കാരം. കണ്ണൂരിൽ കോളിളക്കം സൃഷ്ടിച്ച വധശ്രമ കേസ് വീണ്ടും രാഷ്ട്രീയ ചർച്ചയാക്കി CPM ജില്ലാ നേതൃത്വം. BJP സംസ്ഥാന ഉപാധ്യക്ഷനും രാജ്യസഭാ എംപിയുമായ C. സദാനന്ദന്റെ കാൽ വെട്ടിയ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ വിശദീകരണ യോഗവുമായാണ് CPM ജില്ലാ നേതൃത്വം രംഗത്തിറങ്ങിയത്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രം പതിച്ച പോസ്റ്ററിൽ ഇവർ കുറ്റക്കാരാണോ എന്ന ചോദ്യവും പാർട്ടി നേതൃത്വം ജനങ്ങൾക്ക് മുൻപിൽ ഉയർത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മട്ടന്നൂർ ഉരുവച്ചൽ ടൗണിലാണ് പൊതുയോഗം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനാണ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിടുതൽ ഹർജി തള്ളിയതിനെ തുടർന്നാണ് 8 CPM പ്രവർത്തകരുടെ ശിക്ഷ നടപ്പായത്. ഇതേ തുടർന്നാണ് പാർട്ടി നേതൃത്വം വിശദീകരണ യോഗം നടത്തുന്നത്. മുഴുവൻ പ്രതികളുടെയും അപ്പീൽ സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെ 8 CPM പ്രവർത്തകരെയും ജയിലിലടച്ചിരുന്നു. ഇവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ കോടതി പരിസരത്തും ജയിലിന് മുന്നിലും നിരവധി CPM പ്രവർത്തകരെത്തിയിരുന്നു. മട്ടന്നൂരിൽ നടന്ന യാത്രയപ്പിൽ KK ശൈലജ MLA പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. 1994 ജനുവരി 25 രാത്രി 8:30 RSS ജില്ലാ സഹകാര്യവാഹകനായിരുന്ന C. സദാനന്ദനെ ഉരുവച്ചാലിൽ ബസ് ഇറങ്ങിയപ്പോഴാണ് വെട്ടിയത്. 32 വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ നടപ്പാക്കുന്നത്. K. ശ്രീധരൻ, മാതമംഗലം നാണു, പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ, P. കൃഷ്ണൻ, ചന്ദ്രോത്ത് രവീന്ദ്രൻ, പുല്ലാഞ്ഞിയോടൻ സുരേഷ് ബാബു, മല്ലപ്രവൻ രാമചന്ദ്രൻ, K. ബാലകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. സംഭവത്തിൽ 8 CPM പ്രവർത്തകർക്കെതിരെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഇത് ശരിവെക്കുകയായിരുന്നു. പ്രതികൾ സദാനന്ദന് 25,000 രൂപ വീതം നൽകാനും വിചാരണ കോടതി വിധിച്ചിരുന്നു. ഹൈക്കോടതി അത് 50,000-ആയും വർദ്ധിപ്പിച്ചു. 2007 ഫെബ്രുവരിയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. അത് 2013 ജൂൺ 10 തലശ്ശേരി സെഷൻസ് കോടതി ശരിവെച്ചു. സദാനന്ദൻ നൽകിയ ക്രിമിനൽ റിവിഷൻ അപ്പീലും പ്രതികൾ നൽകിയ ക്രിമിനൽ റിവിഷൻ പെറ്റീഷനുമാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ടാഡ നിയമപ്രകാരമുള്ള ആദ്യ കേസുകളിൽ ഒന്നുകൂടിയാണിത്. പ്രതികൾ കോടതി ഉത്തരവ് പ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. ഇപ്പോൾ പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ പരിസരത്തും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയിരുന്നു. കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾ കുറ്റം ചെയ്തെന്ന് കരുതുന്നില്ലെന്നായിരുന്നു CPM നേതാക്കളായ P. ജയരാജന്റെയും KK ശൈലജയുടെയും പ്രതികരണം. പ്രതികളെ ജയിലിൽ അയക്കുമ്പോൾ പാർട്ടി പ്രവർത്തക എന്ന നിലയിലാണ് അവിടെ പോയതെന്നായിരുന്നു KK ശൈലജ പ്രതികരിച്ചത്. കുടുംബാംഗങ്ങളുടെ വിഷമം പങ്കിടാൻ അവിടെയുണ്ടായിരുന്നു. അതിൽ തെറ്റൊന്നും കാണുന്നില്ലെന്നും അവർ പറഞ്ഞു. അവരെല്ലാം CPM പ്രവർത്തകരാണ്, താനും ഒരു പ്രവർത്തകയാണ്. ആ അർത്ഥത്തിലാണ് അവർ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ പോയത്. എന്നാൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ വലിയ യാത്രയുമായി അതിനെ കാണാനാവില്ല. കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന വിഷമത്തിൽ പങ്കുചേരേണ്ടത് ആവശ്യമായി തോന്നി. ജനപ്രതിനിധി എന്ന നിലയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ല അവിടെ പോയത്. കുറ്റകൃത്യത്തെ ഏത് ഭാഗത്തായാലും ഇതുവരെ ന്യായീകരിച്ചിട്ടില്ലെന്നും ശൈലജ പറഞ്ഞു. ശിക്ഷിക്കപ്പെട്ടവർ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരല്ലെന്നും നാട്ടുകാർക്കെല്ലാം അറിയാമെന്നും ശൈലജ പറഞ്ഞു. പക്ഷേ കോടതി അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. കോടതി വിധിയെ മാനിക്കുന്നു. എല്ലാവരും തന്റെ നാട്ടുകാരാണ്. ഇത്തരത്തിൽ ഈ സംഭവം ഇതുണ്ടാക്കിയ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവുമായി CPM രംഗത്തിറങ്ങുന്നത്. C. സദാനന്ദൻ വധശ്രമ കേസിൽ 7 വർഷം ശിക്ഷിക്കപ്പെട്ടവരിൽ കൂടുതൽ CPM പ്രാദേശിക നേതാക്കളാണ്. മുൻ സർക്കാർ ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.